മുട്ടിൽ മരമുറിയിൽ 49 കേസുകളിൽ വനംവകുപ്പ് കുറ്റപത്രം നൽകിയിട്ടില്ലെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. ഒരു കൊല്ലത്തിനകം കുറ്റപത്രം നൽകണമെന്നാണ് വനംവകുപ്പ് നിയമമെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു പറയുന്നു. 2021 49 കേസുകൾ. ആ കേസുകളിൽ ഒന്നിലും ഇന്നുവരെയായിട്ട് കുറ്റപത്രം കൊടുത്തിട്ടില്ല. ആ കേസുകൾ റേഞ്ച് ഓഫീസർ കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഈ കേസിൽ മീനങ്ങാടി പോലീസ് പൊതുമുതൽ നശിപ്പിച്ചതിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലാണല്ലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം വന്നത്. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ നടക്കവേ ഈ വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസുകൾ കുറ്റപത്രം കൊടുക്കാതെ ഏതെങ്കിലും വിധത്തിൽ അത് ഇല്ലാതാക്കി കളയാൻ ഈ SITയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വനം വകുപ്പിന് നിർദ്ദേശം കൊടുത്തിരുന്നു. കോഴിക്കോട് നിന്ന് നിഖിൽ പരമേശ്വർ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ നിഖിൽ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ മുട്ടിൽ മരമുറി കേസ് നമുക്കറിയാം വലിയ പ്രമാദമായിട്ടുള്ളൊരു കേസാണ്, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ്. ആ കേസിൽ 49 കേസുകൾ ഇതിൽ വനംവകുപ്പ് എടുത്തിട്ടുണ്ട് ആ സംഭവത്തിൽ. പക്ഷേ ഒരെണ്ണത്തിന് പോലും കുറ്റപത്രം നൽകിയിട്ടില്ല എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള വിമർശനമാണ് ഈ കേസിന്റെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ജോസഫ് മാത്യു പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് വനംവകുപ്പ് ഇങ്ങനെ കുറ്റപത്രം നൽകാതെ ഇത് വൈകിപ്പിക്കുന്നതിനാൽ ഈ കേസിന്റെ ഒരു ഗ്രാവിറ്റി കുറയുന്നതിന് തന്നെ അത് കാരണമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരെണ്ണത്തിന് പോലും ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടില്ല. വനംവകുപ്പ് നിയമപ്രകാരം 1 വർഷത്തിനകം ഇത്തരം കേസുകളിൽ കുറ്റപത്രം നൽകണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ള ഒരു സാഹചര്യം. പക്ഷെ അതുപോലും പാലിക്കപ്പെടുന്നില്ല. എന്തോ തരത്തിലുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിക്കുന്നത്. അദ്ദേഹം ചില പരാതികളൊക്കെ ഉന്നയിച്ചതിനെ തുടർന്ന്, വനംവകുപ്പിനെ കുറിച്ച് ചില പരാതികൾ ഉന്നയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ആ കേസ് ഇങ്ങനെ ദുർബലമാകാൻ കാരണം വനംവകുപ്പ് എടുത്ത കേസുകളിൽ ഒന്നിന് പോലും കുറ്റപത്രം നൽകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു ഇളവ് ലഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കുമെന്നുള്ള അതിഗുരുതരമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചു പോരുന്നത്. നമുക്കറിയാം ഒരു ഉത്തരവിൻ്റെ മറവിൽ എത്രത്തോളം വലിയൊരു തട്ടിപ്പാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു വലിയ കുറ്റകൃത്യം കേരളത്തിൽ നടന്നിട്ടും അതിൻ്റെ കുറ്റപത്രം നൽകാതെ കൃത്യസമയത്ത് ആ പ്രതികൾക്ക് ശിക്ഷ വാങ്ങി നൽകുന്നതിൽ വലിയ വീഴ്ച വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്വയം വിമർശനം എന്നോണം രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വന നിയമങ്ങൾ കാരണം പലപ്പോഴും ഈ പ്രതികൾക്ക് മതിയായിട്ടുള്ള ശിക്ഷ വാങ്ങി നൽകാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനം അദ്ദേഹം സ്വയം ഉന്നയിക്കുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു. അതേസമയം അദ്ദേഹം ഓർക്കേണ്ട കാര്യം തൻ്റെ വകുപ്പ് പോലും ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള കേസുകളിൽ കുറ്റപത്രം നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ പൊതുസമൂഹം ഉയർത്തുന്നു, നിയമവിദഗ്ധർ ഉയർത്തുന്നു. ആ കാര്യമാണ് മന്ത്രിയുടെ മുന്നിലേക്ക് വെക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.